നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്രവർത്തനം മാതൃകാപരം. ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും മാറ്റില്ല. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്നും മുഖ്യമന്ത്രി. തീരുമാനം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം. PV അൻവറിന്റെ തുറന്നു പറച്ചിലിൽ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. വയനാട് ദുരിതാശ്വാസ ചെലവ് കണക്കിൽ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. സംശയത്തിന്റെ പുകപടലമുള്ള തലക്കെട്ടുകൾ നൽകി. ലോകത്തിനു മുന്നിൽ കേരളത്തെ അവഹേളിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും പിണറായി. പി ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും PV അൻവർ. സർക്കാരിനെ ചീഞ്ഞ അവസ്ഥയിലെത്തിച്ചത് പി ശശി. സോളാർ കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ ശ്രമിച്ചു. കള്ളപ്പണം ഉപയോഗിച്ച് കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങിയെന്നും അൻവർ. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. വഖഫ് സമ്പ്രദായത്തെ വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂരിഭാഗം വഖഫ് സ്വത്തുക്കൾ വാണിജ്യ സമുച്ചയങ്ങളായി മാറ്റുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലുണ്ടായ അനാചാരം അതീവ ഗുരുതരമെന്നും ഗവർണർ. കുറ്റവാളികളെ ശിക്ഷിക്കണം. പ്രതികരണം ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നടത്തിയ ദ ബിഗ് ഇന്റർവ്യൂവിൽ. സിഖ് വിരുദ്ധ പ്രസ്താവനയിൽ കോൺഗ്രസ് നേതാവ് രാഹുലിന് കുരുക്ക്. US നടത്തിയ പരാമർശത്തിൽ കേസെടുത്ത പോലീസ്. ഭാരതത്തിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാൻ നാട്. കളമശ്ശേരി ടൗൺ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ചലച്ചിത്രലോകം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ. PV അൻവർ ADGP അജിത് കുമാർ വിവാദത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും മാറ്റില്ല. അതേസമയം PV അൻവറിന്റെ തുറന്നു പറച്ചിലിനെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി. ശബ്ദരേഖ പുറത്തുവിട്ടത് ശരിയായില്ല. പരാതികൾ പറയേണ്ടിയിരുന്നത് പാർട്ടിയോടാണെന്നും പിണറായി. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്നും മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ഏറ്റവും പ്രധാനം, PV അൻവർ ഉന്നയിച്ച, എടുത്തു കാണിച്ച, തെളിവുകൾ സഹിതം നിരത്തിയ കാര്യങ്ങളിൽ പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരം എന്ന് മുഖ്യമന്ത്രി എങ്ങനെ സ്ഥാപിച്ചു ഈ വാർത്താ സമ്മേളനത്തിൽ? വീണ, പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ പെട്ടെന്ന്, വളരെ ക്രൂരമായ ഭാവത്തിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അത്രയും നേരം അദ്ദേഹം വളരെ ചിരിച്ചു കളിച്ചുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ പി ശശിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ശശിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. അത് ഒരു തരത്തിലുള്ള പരിശോധനകൾക്കും അത് ആവശ്യമില്ല. അദ്ദേഹം നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ്. അദ്ദേഹം CPM-കാരനാണ്. CPM പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അവിടെയും അൻവറിനിട്ടൊരു കൊട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അൻവർ വന്ന് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനല്ല ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് അൻവറിനെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുന്ന രീതിയിൽ, ഒരു സംശയനിഴലിൽ നിലത്തുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, ഹവാല കടത്തുകളുമായി ബന്ധപ്പെട്ട പോലീസ് സ്വീകരിച്ച നടപടികൾ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടികളിൽ പോലീസിന് അല്ലെങ്കിൽ ADGP-ക്കെതിരെ, അജിത് കുമാറിനെതിരെ ചിലർക്ക് ഒരു പകയുണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത്. അതിൽ നടപടികൾ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ, ADGP-ക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ ഈ രീതിയിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ഒരു
ചിന്ത വരുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അതിനായി ഹവാല പിടിച്ച കണക്കുകൾ, അത് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച കണക്കുകളൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. സ്വർണം 2020 മുതലുള്ള കാലയളവിൽ സ്വർണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിശദീകരിച്ച് അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ പിടിച്ചെടുത്തത് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം പിടിച്ചെടുത്തതിന് ശേഷം ആ സ്വർണത്തിൽ അളവിൽ വ്യത്യാസം വരുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കും കൃത്യമായ ഒരു പ്രതിരോധം ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഈ സ്വർണം പിടിച്ചെടുക്കുമ്പോഴും അത് പിന്നീട് വേർതിരിച്ചെടുക്കുന്ന സമയത്തും അതിൽ കുറവ് വരും, അത് സ്വാഭാവികമാണെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന യാതൊരു നടപടികളും ഉണ്ടാകില്ല, സ്വർണ്ണക്കടത്തിനെതിരെ കൃത്യമായ ശക്തമായ നടപടികളുമായി സർക്കാരും പോലീസും മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത് പോലീസിന്റെ മനോവീര്യം കെടുത്താനും അത് ഈ സ്വർണ്ണക്കടത്ത് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം വരുന്നു, PV അൻവറിനെയാണോ ഈ തിരത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളാനാണ്. അത് കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായി PV അൻവർ ഉയർത്തിയിട്ടുള്ള പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് PV അൻവറിന് ഈ ADGP MR അജിത് കുമാറിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പകയുണ്ടായിരുന്നു എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വരുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരായ പരാതിയിൽ, അൻവറിന്റെ പരാതിയിൽ അതിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ADGP MR അജിത് കുമാറിനെതിരെ അൻവറിന് ദേഷ്യമുണ്ടായിരുന്നു. ആ ദേഷ്യവും ഈ രീതിയിൽ ഈ പരാതിക്ക് കാരണമായിരിക്കാം എന്ന് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും അൻവറിന്റെ രീതികളെ തള്ളുന്നു. അൻവറിന്റെ ആരോപണങ്ങൾക്ക് ADGP നൽകിയിട്ടുള്ള മറുപടികളുടെ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതേ സ്വരത്തിൽ തന്നെ ഏതാണ്ട് അതേ ന്യായീകരണങ്ങൾ തന്നെ നിരത്തി മറുപടി നൽകുന്നു എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അൻവർ CPM-കാരനല്ല, അൻവർ ഒരു ഇടത് സഹയാത്രികൻ മാത്രമാണ്. അൻവറിന് വഴി കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഏതാണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി PV അൻവർ MLA-ക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പരാമർശങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ആരോപണങ്ങൾ ഉയർത്തിയത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇടത് സംവിധാനങ്ങളിൽ നിൽക്കുന്ന ഒരു MLA ആയതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും നടപടികൾ ഉണ്ടാകുക. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ADGP-ക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അപ്പോൾ നടപടി നോക്കാം. അതിനു മുൻപ് യാതൊരു തരത്തിലുള്ള നടപടികളും ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടാകില്ല എന്നുള്ളത് അതൊരു നയമാണ്, നിലപാടാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഒരു റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രം ഈ ആരോപണങ്ങളിൽ നടപടി. എന്നാൽ P ശശിക്കെതിരായ ആരോപണങ്ങളിൽ അതിന് പോലും വകയില്ലാത്ത രീതിയിൽ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നു എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു. അതായത് P ശശിക്ക് പൂർണ്ണമായ സംരക്ഷണം, ADGP MR അജിത് കുമാറിനും കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നു, അൻവറിനെ തള്ളുന്നു എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അൻവർ തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാമെന്നുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തുടക്കമിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അൻവറിനെ ഇനി സംരക്ഷിക്കാനോ താങ്ങാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുള്ളതിനുള്ള കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൂടി അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുമോ എന്ന്. അതായത് SP സുജിത് ദാസ് അടക്കമുള്ളവരുടെ ഫോൺ സംഭാഷണം താൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അദ്ദേഹം പുറത്തുവിടുന്ന ആദ്യഘട്ടത്തിൽ SP-യുടെ ഫോൺ സംഭാഷണം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ, അൻവർ ഈ വാർത്താ സമ്മേളനങ്ങൾ തുടർച്ചയായി നടത്തിയതിനെ മുഖ്യമന്ത്രി ഈ രീതിയിൽ വിമർശിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത്, അൻവർ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അതിന് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് താൻ അറിഞ്ഞു. അപ്പോൾ തന്നെ അൻവറിന് തന്നെ നേരിട്ട് വന്ന് കാണാനുള്ള നിർദ്ദേശം മറ്റൊരാൾ വഴി മറ്റു സംവിധാനം വഴി നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അൻവർ അതിന് തയ്യാറായില്ല. പിന്നീടും രണ്ടോ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അതിനുശേഷമാണ് തന്നെ വന്ന് കാണുന്നത്. അതൊരു ഇടതുപക്ഷ രീതിയല്ല എന്നുള്ളത് മുഖ്യമന്ത്രി എടുത്തു വെച്ച് പറയുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അൻവർ ഒരു CPM-കാരനല്ല, അൻവർ വളർന്നു വന്നത് കോൺഗ്രസിലൂടെയാണ് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. പൂർണ്ണമായും അൻവറിന്റെ ആരോപണങ്ങളെ ഏതാണ്ട് മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പരാതികളുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ ഗൗരവകരമായ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ അൻവറിനെതിരെ ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കത്തിൽ അതിലും പരിശോധന നടക്കും, അതിലും പരിശോധന നടത്തേണ്ടവർ പരിശോധന നടത്തും. അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു നിലപാട്
കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഈ തൃശൂർ പൂരം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്ത കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് അതിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച അന്വേഷണത്തിന് കുറച്ച് നാളുകൾ കൂടി വേണമെന്നുള്ളൊരു ആവശ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് പക്ഷേ 24-ാം തീയതിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പ്രജിത്ത്, അതായത് വളരെ സേഫ് ആയ ഒരു സമയം നോക്കിയുള്ള വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് വ്യക്തമാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ വാദം വിചിത്രമാണ്. ആ ഫോൺ റെക്കോർഡ് ചെയ്തതും അത് പുറത്തുവിട്ടതുമാണ് തെറ്റ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരാമർശമില്ല, അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് തെളിയട്ടെ എന്ന തീരുമാനത്തിലേക്ക് കൂടി അദ്ദേഹം എത്തുകയാണ്. അത് വിചിത്രമായി തോന്നി. ഏതായാലും ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം മുൻകൂട്ടി കണ്ടാണല്ലോ അല്പസമയം മുമ്പ് അൻവർ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചത്. അതേതായാലും നന്നായി. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാനും കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു വിഷയം ഈ വയനാട് സംബന്ധിച്ചാണ്. വയനാട്ടിലെ മാധ്യമങ്ങൾ എടുത്ത പങ്ക്, വയനാട് പ്രശ്നം ഉണ്ടായ സമയത്ത്, ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് മാധ്യമങ്ങൾ എടുത്ത നിലപാടിനെ അദ്ദേഹം പ്രകീർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പുറത്തുവിട്ട കണക്കുകളിലെ പൊരുത്തക്കേടിനെ സംബന്ധിച്ച് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വൻ വിമർശനവും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതായത് ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ നൽകിയ മെമ്മോറാണ്ടം അത് കോടതിയുടെ നടപടികളുടെ ഭാഗമായി പിന്നീട് പുറത്തു വന്ന സമയത്ത് ഇതിലെ കണക്കിലെ പൊരുത്തക്കേടുകൾ പലതും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് ശവസംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ നടപടിക്രമങ്ങൾക്കും ഒക്കെ വരുന്ന കണക്കുകൾ എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന പ്രൊജക്ഷനെയും അതിൻ്റെ ആക്ച്വൽസിനെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങൾ ധാരാളമായിരുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ പോലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു ഭാഷ്യമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വളരെ രൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെ ഒരുപക്ഷെ നശീകരണാത്മകമായിട്ടുള്ള വാർത്തകൾ നൽകുന്ന സ്വഭാവം മാധ്യമങ്ങൾ കാണിക്കുന്നു. ഒരു തരത്തിൽ ഇടത് വിരുദ്ധത മാധ്യമങ്ങൾക്കുണ്ട്. ആ ഇടത് വിരുദ്ധതയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ SDRF-ൽ നിന്നുള്ള പണം പല പദ്ധതികൾക്കും പല കാര്യങ്ങൾക്കും ഈ രീതിയിൽ അനുവദിക്കുന്നതിനുള്ള അതിൽ ആവശ്യപ്പെടാവുന്ന തുകയ്ക്ക് പല പരിമിതികളുമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ തുക ഈ രീതിയിൽ ഈ SDRF-ന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കോട്ട് ചെയ്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അവിടെ അപ്പോഴും ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ വ്യക്തമായൊരു തെളിവ് അല്ലെങ്കിൽ ഒരു ആരോപണം, ഒരു വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും മാധ്യമങ്ങളെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സമീപനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരം വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നിർബന്ധിതമാകുന്നു എന്ന രീതിയിലും മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായി. അതായത് മാധ്യമങ്ങളാണ് ഇവിടെ എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത്, മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, കിട്ടാവുന്ന കേന്ദ്ര സഹായം അത് ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു, അതിന് രാഷ്ട്രീയപരമായ ചില പിന്തുണകൾ ലഭിക്കുന്നു തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും ഈ അതോടൊപ്പം തന്നെയാണ് DYFI കുറിച്ചുള്ള വാർത്തകൾ, നേരത്തെ ലോക കേരള സഭയെ കുറിച്ചുള്ള വാർത്തകൾ, ഇതെല്ലാം വ്യാജ വാർത്തകളായിരുന്നു എന്ന രീതിയിൽ മുഖ്യമന്ത്രി പലത് സ്റ്റേറ്റ്മെന്റുകളും ഒട്ടനവധി, അതൊരു വാർത്താ സമ്മേളനത്തിന്റെ ഇന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്ത വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണമായ ഒരു 60% ഭാഗം ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രി എടുത്തത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ മാധ്യമ അജണ്ടയാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ മാധ്യമ ചില വാക്കുകളൊക്കെ എന്ന് പറയുമ്പോൾ ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി അത് വഴിതിരിച്ചു വിടുന്നു. ഒരു വാർത്ത പൊളിഞ്ഞാൽ ഉടനെ രജയില്ലാതെ അടുത്ത വാർത്തയിലേക്ക് പോകും. അങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകളൊക്കെ ഉയർത്തിയിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയൊന്നും മുഖ്യമന്ത്രി കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം SDRF-ന്റെ ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായിട്ട് ഈ കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചോ ഒന്നും മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വീണ. ശരി പ്രജിത്ത്, വളരെ വിവാദമായ ഈ അടുത്ത കാലത്തുണ്ടായ വിഷയങ്ങളിൽ പലതും മുഖ്യമന്ത്രി പ്രതിരോധിക്കുകയായിരുന്നു. ആ വാർത്തകളെ, ആരോപണങ്ങൾ വന്നാൽ ഉടൻ നടപടിയെടുക്കാനാവില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ADGPയുടെ കാര്യത്തിൽ. അതേസമയം P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. വയനാട് വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് വിമർശനവും അഴിച്ചുവിട്ടിരിക്കുന്നു.
അതേസമയം ഈ ADGP അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും PV അൻവർ MLA ആരോപണം തുടർന്നു. MR അജിത് കുമാർ നിരവധി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി. പോലീസ് ഓഫീസർമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതിന് തെളിവ് കയ്യിലുണ്ട്. സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ കൂട്ടുനിന്നു. ADGP അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഇടപാടുകൾ നടത്തിയതെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MR അജിത് കുമാറിന്റെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ ആക്ടിവിറ്റിയും ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ്. കേരളത്തിൽ സ്വകാര്യതാവകാശ ലംഘനത്തിൽ തുറന്നടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരുമായുള്ള സംഭാഷണം അവരുടെയും നിയമപരമായ അധികാരത്തിന്റെയും അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. ഇത് ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണെന്നും ഗവർണർ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ഗവർണർ നേരത്തെ തന്നെ ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. Violation of the right to privacy. I have already written to the Chief Minister that I want a report from the government. No violation of the fundamental rights of the citizens of India. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സുധീഷ് ഗോപാൽ ചേർന്നു വിവരങ്ങളുമായി. സുധീഷ്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. വീണ ഏറെ നാളായി ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുമായി കിടപ്പിലായിരുന്നു. വീട്ടിൽ തന്നെ സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങളായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11:30യോടെയാണ് അന്ത്യം സംഭവിച്ചത്. CPMന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു. 17ാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് പാർട്ടി പ്രവർത്തനവുമായി ഇറങ്ങിയതാണ്. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, അതിനു പുറമെ CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ കേന്ദ്ര ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ഒരു തവണ ലോക്സഭയിലേക്കും വിജയിച്ചിരുന്നു. 20 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. LDF കൺവീനർ സ്ഥാനത്തും ഇരുന്നിരുന്നു. 12 വർഷം LDF കൺവീനറായിരുന്നു. EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് അദ്ദേഹം LDF കൺവീനർ സ്ഥാനവും രാജിവെച്ചിരുന്നു. CPMലെ വിഭാഗീയതയുടെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ MM ലോറൻസ്. എന്നാൽ അതിനുശേഷം 2015 ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുകയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി വെക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. സംസ്ഥാന ക്ഷണിതാവായി ഇരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളതും. VS പക്ഷവുമായുള്ള കടുത്ത പോരാട്ടങ്ങൾക്ക് ഇടയിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതും ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും മറ്റും ചെയ്തിരുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം LDF കൺവീനർ സ്ഥാനം രാജിവെച്ച് പിന്നീട് അല്പം അകന്നു നിന്നിരുന്നെങ്കിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായണൊക്കെ അവിടെ പങ്കെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ആ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള മോശപ്പെട്ട പെരുമാറ്റങ്ങൾ പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടായി എന്ന മകൾ ആശയം മറ്റും പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തരം ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് CPM തന്നെയാണ്. ഇപ്പോൾ സംസ്കാരം ചടങ്ങുകൾ ഉണ്ടാവില്ല, കാരണം മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്. അത്തരം കാര്യങ്ങൾ തിങ്കളാഴ്ചയാണ് നടക്കുക. തിങ്കളാഴ്ച രാവിലെ CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആദ്യം മൃതദേഹം എത്തിക്കും. അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് 4 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വീണ. ശരി സുധീഷ്. പൂരം കലക്കൽ സംഭവത്തിൽ പരിശോധന നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണത്തിന് കൂടുതൽ സമയം കഴിഞ്ഞയാഴ്ച ആവശ്യപ്പെട്ടു. 24-ന് മുൻപ് റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടത്. പൂരം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല. വിവരാവകാശ ഉദ്യോഗസ്ഥൻ വസ്തുതകൾക്കനുസരിച്ചല്ല വിവരാവകാശ മറുപടി നൽകിയത്. അതാണ് നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് വൈകിയെന്ന് മന്ത്രി കെ രാജൻ. പൂരത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. റിപ്പോർട്ട് ലഭിക്കണമെന്ന ഒറ്റ മനസ്സാണ് തൃശൂർ നൽകുന്നത്. വിവരാവകാശത്തിന്റെ പേരിൽ കാർഡ് ഇറക്കിയവർ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിലെ അന്വേഷണം പുറത്തുവിടാൻ സർക്കാർ എന്താണ് മടിക്കുന്നതെന്ന് BJP നേതാവ് വി മുരളീധരൻ. BJPയെയും RSSനെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം പൊളിഞ്ഞത് പുറത്തുവരുമെന്ന ഭയമാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നും വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒറ്റയാൾ തീരുമാനം കൊണ്ടാണ് LDF കൺവീനർ പോലും രാജിവെച്ചു പോയതെന്നും CPIക്ക് നിലപാട് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. വാസ്തവത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് പുറത്തറിയാൻ വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന്. തൃശ്ശൂരിൽ നടന്ന സംഭവം അതിന് ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റുള്ളവരാരോപിക്കുന്നത് പോലെ RSSനുമൊന്നും ഒരു പങ്കുമില്ല എന്നുള്ള വിവരം പുറത്തുവരും എന്നുള്ള ഭയമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് സത്യം പുറത്തു വരണം. LDF എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ലാത്തത് കൊണ്ടാണ് EP ജയരാജൻ പോലും മതിയാക്കി പോയത്. കാരണം LDF കൺവീനർ എന്ന് പറയുന്നതിൽ പോലും ഒരു പ്രസക്തിയില്ല എന്നുള്ളതുകൊണ്ട്. വയനാട് കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിന്റെ പേരിൽ കൊള്ളയെന്ന് ചിലർ വിധി എഴുതി. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം ചെലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ചു. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി. അതിൻ്റെ ഫലം എന്താ? കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജ വാർത്താ പ്രചരണമോ മാധ്യമ ധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ചലച്ചിത്ര ലോകം. കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഭൗതികദേഹം ആലുവയിലെ വസതിയിലെത്തിച്ചു. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് നടക്കും. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സിനിമാ രംഗത്തെ ഒട്ടുമിക്ക ആളുകളും ഇന്ന് കളമശ്ശേരി ടൗൺ ഹാളിലെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങി. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഭൗതിക ശരീരം ഇപ്പോൾ ആലുവയിലെ വീട്ടിലുള്ളപ്പോൾ അവിടെയും പൊതുദർശനമുണ്ടോ? വീണ, സംസ്കാരം വൈകിട്ട് 4 മണിയോടുകൂടെ നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലുവയിലെ വസതിയിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയാണ് ഭൗതിക ശരീരം എത്തിച്ചത്. ഇപ്പോൾ ഈ പ്രദേശത്തു നിന്നുള്ള ഒട്ടനവധി ആളുകൾ, ഈ പരിസരവാസികളായ കവിയൂർ പൊന്നമ്മയുടെ വീടിന് സമീപത്തൊക്കെയുള്ള ആളുകൾ, നാട്ടുകാർ, അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ആലുവയിൽ പൊതുദർശനത്തിന് വെച്ച വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സിനിമാ രംഗത്തെയും നിരവധി ആളുകൾ ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളായ സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജി പണിക്കർ, ജയൻ ചേർത്തല, അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങി നിരവധി സിനിമാ താരങ്ങളുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഭൗതിക ശരീരം ആംബുലൻസിൽ ആലുവയിലെ ഈ വസതിയിലേക്ക് എത്തിച്ചത്. വീട്ടിലെത്തിയതിന് ശേഷം സുരേഷ് ഗോപി ഉൾപ്പെടെ ഏറെ നേരം വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും
ഇപ്പോഴും നിരവധി സിനിമാ രംഗത്തെയും മറ്റുമൊക്കെ പ്രമുഖ നടന്മാരും നടിമാരും മറ്റ് രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ ഈ വസതിയിൽ ഉണ്ട്. അവരൊക്കെ ഭൗതിക ശരീരം ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കവിയൂർ പൊന്നമ്മയുടെ വിയോഗം അത് ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാള സിനിമ മേഖലയ്ക്ക്. പ്രത്യേകിച്ച് ഒട്ടനവധി കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങളും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള കവിയൂർ പൊന്നമ്മ, അവരുടെ ആ ഒരു വിയോഗം ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്ന് മാത്രമല്ല, ഒരിക്കലും അവരുടെ ആ ഒരു കഥാപാത്രങ്ങൾ അത് എന്നും ഓർക്കപ്പെടുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ ആളുകളും അത്തരത്തിൽ തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് ഈ വസതിക്ക് തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് നടക്കുന്നത്. വസതിക്ക് തൊട്ട് പുറകിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മണിക്ക് കൃത്യം സംസ്കാരം നടക്കും എന്നുള്ളത് തന്നെയാണ്. അതിനോടകം ഇനിയും കാണാൻ ബാക്കിയുള്ള ആളുകൾ, അത്തരത്തിൽ പരമാവധി ആളുകൾ ഈ വസതിയിലേക്ക് എത്തിക്കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേതായാലും ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിനിമ, സീരിയൽ രംഗത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റ് സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആളുകളാണ് വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വഹിച്ചിരുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി താരങ്ങൾ എത്തുമ്പോൾ മിക്കവരും നിലവിട്ടു പോകുന്നതും കണ്ടിരുന്നു. വലിയ ദുഃഖഭാരത്തിലാണ് സിനിമാ ലോകം ഒന്നാകെ. തീർച്ചയായും സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു അമ്മ എന്നുള്ളത് തന്നെയാണ്. അമ്മ കഥാപാത്രങ്ങൾ ചെയ്ത താരം എന്നത് മാത്രമല്ല, അവരൊക്കെ അമ്മയെപ്പോലെ തന്നെ കരുതിയിരുന്ന ഒരു വ്യക്തിത്വമാണ് കവിയൂർ പൊന്നമ്മ. അത്രയും അടുപ്പമാണ് പലർക്കും. അതുതന്നെയാണ് നമുക്ക് സുരേഷ് ഗോപി ആയാലും മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും അങ്ങനെ സൂപ്പർ താരങ്ങൾ മുതൽ ചെറിയ താരങ്ങൾ വരെയുള്ള എല്ലാവരും കവിയൂർ പൊന്നമ്മയെ ഒരേപോലെ തന്നെ ഒരു അമ്മ എന്ന തരത്തിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചത്. അവരൊക്കെ പലപ്പോഴും വളരെ വിങ്ങലോടുകൂടെയാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെ ഏതായാലും എത്രത്തോളം അവർക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും അവരൊക്കെ തന്നെ ഈ ഇപ്പോഴും കവിയൂർ പൊന്നമ്മയുടെ വസതിയിൽ തന്നെ അവരൊക്കെ ഉണ്ട്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടൊരു വ്യക്തിത്വമാണ്. അവരുടെ ആ ഒരു ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകളും മറ്റുമൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ മടങ്ങുന്നുള്ളൂ എന്ന് ഉറപ്പിച്ച് ഒരുപാട് താരങ്ങൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് എത്രത്തോളം അവർക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ എന്നുള്ളത് വ്യക്തമാകുന്ന കാര്യമാണ്. നിലവിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആലുവയിലെ വസതിയിൽ 4 മണി വരെ ആയിരിക്കും പൊതുദർശനം വസതിയിൽ ഉണ്ടാവുക. വീട്ടിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ പുറകിലായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് 4 മണിക്ക് ആരംഭിക്കുക. ഏകദേശം ഒരു 4:30 തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വഖഫ് സമ്പ്രദായത്തെ രൂക്ഷമായി വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, വഖഫ് ഏറ്റെടുക്കുന്ന സ്വത്തുക്കൾ ധർമ്മപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നില്ല. ഭൂരിഭാഗം വഖഫ് സ്വത്തുക്കളും വാണിജ്യ സമുച്ചയങ്ങളായി മാറ്റുകയും പിന്നീട് വാടകയ്ക്ക് നൽകുകയും ചെയ്യുകയാണ്. ഇത് തന്റെ സ്വന്തം അനുഭവമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I said, my own experience, I have not studied this subject, therefore I do not wish to speak in detail. But my practical experience as minister in charge of the Waqf properties in Uttar Pradesh, there will not be even 1 or 2% Waqf properties where some sort of litigation is not going on, where there is no dispute, or any Waqf property which is being used for any charitable purposes. കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ സിഖ് വിരുദ്ധ പ്രസ്താവനയിൽ കേസെടുത്ത് പോലീസ്. മധ്യപ്രദേശ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസാണ് രാഹുൽ അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനയിൽ കേസെടുത്തത്. ഭാരതത്തിൽ സിഖ് വിഭാഗങ്ങൾക്ക് തലപ്പാവും ഖടയും ധരിച്ച് ഗുരുദ്വാരകളിൽ പ്രവേശിക്കാൻ
പോരാട്ടം ആവശ്യമാണെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. വിദേശ സന്ദർശനത്തിനിടയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ സിഖ് വിരുദ്ധ പരാമർശത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ പരാതികളുടെ പ്രളയമായിരുന്നു. മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിനെതിരെയുള്ള പരാതികളിലധികവും. രാഹുലിന്റെ പരാമർശം തെറ്റിദ്ധാരണാജനകവും വിവിധ മത സാമുദായിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പോലും കാരണമാകുമെന്നും അനവധി പരാതികൾ. തുടർന്ന് മധ്യപ്രദേശ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹി സിവിൽ ലൈൻസ് പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ 299, 302 എന്നീ വകുപ്പുകൾ പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതത്തിൽ സിഖ് വിഭാഗങ്ങൾക്ക് തലപ്പാവും ഘടയും ധരിച്ച് ഗുരുദ്വാരകളിൽ പ്രവേശിക്കാൻ പോരാട്ടം ആവശ്യമാണെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. മറ്റു സമുദായങ്ങൾക്കും പോരാട്ടം അനിവാര്യമായ കാലമാണെന്നും 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനിടെ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ പറഞ്ഞിരുന്നു. തുടർന്ന് രാഹുലിന്റെ വസതിയും രാജ്യത്തിന്റെ മറ്റ് പല മേഖലകളും സിഖ് വംശജരുടെ പ്രതിഷേധത്തിന് വേദിയാകുകയായിരുന്നു. രാഹുൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നടക്കം BJPയും ആവശ്യപ്പെട്ടിരുന്നു. ജനം, ഡൽഹി. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്വദേശമായ ഡെലവെയറിലെ വിൽമിംഗ്ടണിലാണ് ഉച്ചകോടി നടക്കുക. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ നയതന്ത്ര ഉഭയകക്ഷി ചർച്ചകളിലും പ്രധാനമന്ത്രി ഭാഗമാകും. അമേരിക്ക ആസ്ഥാനമായുള്ള വൻ കമ്പനികളുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് അഥവാ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ക്വാഡ് രൂപീകരിച്ചിട്ട് 20 വർഷം പിന്നിടുന്നു എന്ന പ്രത്യേകതയും ഡെലവെയറിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായ തിരുപ്പതിയിലുണ്ടായ അനാചാരം ഗുരുതരമാണെന്ന് ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരും മറ്റാളുടെ ഭക്ഷണശീലങ്ങൾ നിശ്ചയിക്കാൻ അധികാരമുള്ളവരല്ല. മതവിശ്വാസങ്ങളെ മാത്രമല്ല, പൊതുജനത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുറ്റവാളികളെ ശക്തമായി ശിക്ഷിക്കണമെന്നും ഈ സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതെ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഗവർണർ പറഞ്ഞു. ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. You have every right to have your own choices, not only because it concerns the religious place, most famous temple of India. So I can only hope that the government will investigate, will find the culprits and will ensure that not only that the culprits are punished, but such things are never repeated in future. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സർവകാല ഉയരത്തിൽ സ്വർണ്ണവില. ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് 55,680 രൂപയും ഗ്രാമിന് 6,960 രൂപയുമാണ് വില. ഇന്ന് പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയുമാണ് വില വർദ്ധിച്ചത്. ഇത് സംസ്ഥാനത്തെ സ്വർണ്ണവിലയുടെ റെക്കോർഡാണ്. രാജ്യാന്തര തലത്തിൽ സ്വർണം ഭീമമായ നേട്ടത്തിലാണ് വാരാന്ത്യത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വെള്ളി വിലയിലും ഇന്ന് വർധനയുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. നാവികസേന നിർദ്ദേശിച്ച 3 പോയിന്റുകളിലാണ് തിരച്ചിൽ നടക്കുന്നത്. ലോറിയിലുണ്ടായിരുന്ന മരക്കഷ്ണം ഗംഗാവലി പുഴയിൽ നിന്നും ഈശ്വർ മാൽപെ കണ്ടെത്തി. അതേസമയം അർജുന്റെ സഹോദരിയും ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആനന്ദ് ചേരുന്നു വിവരങ്ങളുമായി. ആനന്ദ്, അത് ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലും വളരെ നിർണായകമാണ്. ഈ മരക്കഷ്ണം കണ്ടെത്തിയത് പോലും. അപ്പോൾ കൂടുതൽ പരിശോധന എങ്ങനെയാണ്? ഇവിടെ അല്പസമയം മുമ്പ് ഈശ്വർ മാൽപേക്ക് ഈ നദിയിൽ നിന്ന് ലോറിയുടെ 2 ടയറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ടയറുകൾ ഏത് ലോറിയുടെയാണെന്ന് പറയാനായിട്ടില്ല എന്നാണ് ലോറിയുടെ ഉടമ മനാഫ് പറയുന്നത്. എന്തായാലും ഈ ടയറുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് തുടർന്ന് തന്നെ ആ ലോറി ഏതാണ്ട് ആ പരിസരത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈശ്വർ മാൽപയും മാത്രമല്ല ഈ തെരച്ചിൽ നടത്തുന്ന സംഘവും. നേരത്തെ ഈ മേജർ ഇന്ദ്രപാൽ മാർക്ക് ചെയ്തിരുന്ന CP4 എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെയായിരുന്നു, ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് തെരച്ചിൽ നടത്തിയിരുന്നത്. അതിന് ഏതാണ്ട് 30 മീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിൽ ടയറുകളുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ തിരച്ചിൽ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് ഷിരൂരിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഈ പുഴയുടെ ഒഴുക്ക് ഏതാണ്ട് 1 നോട്ടിക്കൽ മൈൽ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഏറ്റവും അനുകൂലമായിട്ടൊരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ ഈ കാഴ്ച, പ്രത്യേകിച്ച് വെള്ളം കലങ്ങി മറിയാത്തത് കൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ കാഴ്ചയാണുള്ളത്. രാവിലെ ക്യാമറകളടക്കം ഇത്തരത്തിൽ നദിയുടെ അടിത്തട്ടിലേക്ക് ആക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു.
എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 2 ടയറുകൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഇത് ഈ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് ലോറി കണ്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളടക്കം നമുക്ക് ഈ ലോറി പൂർണ്ണമായും കണ്ടെത്താവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി ആനന്ദ്. അമിത ജോലി ഭാരത്തെ തുടർന്ന് പൂനെയിൽ കുഴഞ്ഞു വീണ് മരിച്ച കൊച്ചി കങ്ങരപ്പള്ളി സ്വദേശിനിയായ 26-കാരി അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉള്ളത്. അദ്ദേഹം അവിടം സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് ശേഷം അമിത ജോലി ഭാരമാണ് തൻ്റെ മകളുടെ മരണത്തിനിടയാക്കിയതെന്ന് കാട്ടി അമ്മ പരാതി നൽകിയിരുന്നു. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, കേന്ദ്രമന്ത്രി എപ്പോഴാണ് ഇവിടേക്ക് സന്ദർശനത്തിന് എത്തിയത്? ഈ വീട്ടുകാരുടെ ദുഃഖത്തിനൊപ്പം തന്നെ അവരുടെ പരാതി, അവരുന്നയിച്ച പ്രശ്നം, അതൊരു പൊതു പ്രശ്നമാണ് എന്നുകൂടി ഉന്നയിച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. എങ്ങനെയാണ് അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കുന്നത്, ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത്? അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിലേക്ക് എത്തിച്ചേർന്നത് അന്ന സെബാസ്റ്റ്യന്റെ മാതാപിതാക്കളെ കാണുവാൻ വേണ്ടി. അന്ന സെബാസ്റ്റ്യൻ എന്ന ഈ 26-കാരി അമിത ജോലി ഭാരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പൂനെയിൽ ജോലിയിൽ കഴിയവേ ഈ ഹോസ്റ്റലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഈ പ്രമുഖ ബഹുരാഷ്ട്ര അക്കൗണ്ടിംഗ് കമ്പനിയായിട്ടുള്ള NS യങ് അഥവാ ഈ UI ചാർട്ടേഡ് അക്കൗണ്ടന്റായാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും മനുഷ്യത്വരഹിതമായിട്ടുള്ള തൊഴിൽ പീഡനം നേരിട്ടതായാണ് ഈ മകളുടെ മരണ കാരണമെന്ന് ആരോപിക്കുന്ന തരത്തിൽ ഈ അമ്മ അനിത അഗസ്റ്റിൻ ഈ കമ്പനി മേധാവിക്ക് തന്നെ കത്ത് അയച്ചിരുന്നു. ഇമെയിൽ വഴിയാണ് തരത്തിൽ ഈ പരാതി അയച്ചിരുന്നത്. പിന്നീട് ആ വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിൽ തന്നെ അമിതമായിട്ടുള്ള ജോലി ഭാരം കാരണം നിരവധി തവണ ഇത്തരത്തിൽ ഈ അന്ന വീട്ടിൽ താമസിച്ചു വരികയും അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ വലിയ ക്ഷീണിതയായി വന്ന് കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതായി വീട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ അമിതമായി ഓരോ കാര്യങ്ങളിൽ ജോലിയായാലും ഇത്രയും രാത്രിയോളം ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് മകൾ മരണത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം തന്നെയാണ് വീട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ മാതാപിതാക്കളൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. ആ വിഷമത്തിൽ അവരെ ആശ്വസിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പരാതിയും അദ്ദേഹം കൃത്യമായും അതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ തന്നെ കങ്ങരപ്പടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് അദ്ദേഹം ഈ കബീർ പൊന്നമ്മയുടെ ഈ മറ്റ് പൊതുദർശനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അകത്ത് വീട്ടുകാരോടൊത്ത് സംസാരിക്കുകയാണ്. ഈ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും. അദ്ദേഹം ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് അന്നയെ ഇത്തരത്തിൽ ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ വാരാന്ത്യത്തിലുള്ള അവധി പോലും നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് അവധിയില്ലാതെ നിരന്തരമായി ജോലി ചെയ്യിപ്പിച്ചു. അതിൽ രാവും പകലുമില്ല. ഓരോ പ്രൊജക്ടുകൾ വരുമ്പോഴും അത് രാത്രിയോളം ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന മുന്നോട്ട് പോയത്. വലിയ ക്ഷീണിതയായിരുന്നു. അത്തരത്തിൽ അതൊന്നും പരിഗണിച്ചില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഈ അധികൃതരുടെ ഭാഗത്തൊന്നും കൃത്യമായൊരു പരിഗണന ഉണ്ടായിരുന്നില്ല. ശാരീരിക ബുദ്ധിമുട്ട് നേരിട്ടിട്ട് പോലും ഈ കൃത്യമായൊരു പരിഗണന ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിപ്പോൾ ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറി. അത് തന്നെയാണ് ഈ വീട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. ശരി മനോജ്, അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. അമിത ജോലി ഭാരത്തെ തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വിവരം പരാതിയായി ഉന്നയിച്ചിരുന്നു അന്നയുടെ മാതാപിതാക്കൾ. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കൃത്യമായ ഇടവേളകളിൽ സ്ഥിരീകരിക്കുന്ന നിപ വൈറസ് ബാധയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് പഠനത്തിനൊരുങ്ങിയ ആരോഗ്യവകുപ്പ്. രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ച് 6 വർഷം പിന്നിടുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പഠനം ആരംഭിക്കുന്നത്. ഉറവിടം കണ്ടെത്തിയില്ലെങ്കിൽ വ്യാപന തോത് വർദ്ധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ വിലയിരുത്തി. 2018 ആദ്യമായി കേരളത്തിൽ മരണം വിതച്ച നിപ വൈറസ് പടർത്തിയ ഭീതി അത്ര ചെറുതല്ല. അന്ന് 23 പേർക്ക് രോഗം ബാധിക്കുകയും 17 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് 2019, 2021, 2023 വർഷങ്ങളിലും നിപ വൈറസ് സ്ഥിരീകരിച്ചു. ഈ വർഷം 2ാം തവണയാണ് കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇനിയും വൈറസിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയില്ലെങ്കിൽ വ്യാപന തോത് വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് ശാസ്ത്രീയ പഠനത്തിനൊരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. കേരളത്തിന്റെ പലയിടങ്ങളിലും നിപ വൈറസ് സാന്നിധ്യമുണ്ടെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ബംഗ്ലാദേശ്, മലേഷ്യ എന്നിവിടങ്ങളിൽ കൃത്യമായ ഉറവിടം കണ്ടെത്തിയത് വഴി വൈറസിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നു. ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും നിലവിൽ ആരോഗ്യവകുപ്പിനാകുന്നില്ല. വവ്വാലിൽ നിന്നാകാം വൈറസ് പടർന്നതെന്ന അനുമാനത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് പഠനം ആരംഭിക്കുന്നത്. ലക്ഷ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. മികച്ച ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നോക്കുകുത്തിയായി പാലക്കാട് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന് ഈ മാസം 10 വർഷം പൂർത്തിയാകുമ്പോഴും കിടത്തി ചികിത്സ ഉൾപ്പെടെ ഇനിയും ആരംഭിച്ചിട്ടില്ല. ജില്ലയിലെ ജനങ്ങളാണെങ്കിൽ മറ്റ് ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ 2014 സെപ്റ്റംബർ 19 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ്. എന്നാൽ 10 വർഷം പൂർത്തിയാവുമ്പോൾ മികച്ച ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നോക്കുകുത്തിയാവുകയാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ കിടത്തി ചികിത്സ ഇടയ്ക്ക് ആരംഭിച്ചുവെങ്കിലും പിന്നീട് നിർത്തി. പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അധ്യാപകരുടെ കുറവും ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ കെട്ടിട നിർമ്മാണം, അഴുക്കുചാല്, റോഡ് എന്നിവയുടെ നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടത്തിനപ്പുറത്തേക്ക് അവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഒരു ചികിത്സയും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. സാങ്കേതികമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് പലപ്പോഴും ആ ചികിത്സയ്ക്കെല്ലാം സർക്കാർ തടസ്സം നിൽക്കുന്നതെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പൂർത്തിയായിട്ടും ഈ മെഡിക്കൽ കോളേജിൻ്റെ ഗുണഫലം ഇന്നും പാലക്കാട്ടുകാർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നത് പാലക്കാടിനോടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ വിവേചനം കൂടിയാണ്. 2 മന്ത്രിമാരെയാണ് പാലക്കാട് ജില്ല സംസ്ഥാന ഗവൺമെൻറ്റിന് സമ്മാനിച്ചതെങ്കിലും ആ 2 മന്ത്രിമാരും ഈ ആരോഗ്യ രംഗത്തെ പാലക്കാട്ടുകാരുടെ ആരോഗ്യ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ നിത്യസ്മാരകമായി നിലനിൽക്കുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മുഖ്യമന്ത്രി ചെയർമാനും പട്ടിക വിഭാഗ വികസന വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസിനാണ് കോളേജിന്റെ ചുമതല. മെഡിക്കൽ കോളേജിൽ എല്ലാ സേവനങ്ങളും എന്ന് സജ്ജമാവുമെന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾക്കോ ഉദ്യോഗസ്ഥർക്കോ പോലും കൃത്യമായ മറുപടിയില്ല. 1-2 വർഷമല്ല, ഒരു പതിറ്റാണ്ടായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ എല്ലാ പ്രശ്നങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് ജനങ്ങൾ കരുതുന്നു. എന്നാൽ ഇപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് തൃശ്ശൂരിനെ അല്ലെങ്കിൽ കോയമ്പത്തൂരിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പാലക്കാട്ടുകാർ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ തളർന്നോടുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. വൈദ്യുതി സബ്സ്റ്റേഷനും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രിയിലെ പല വിഭാഗത്തിന്റെയും പ്രവർത്തനം തന്നെ അവതാളത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമുള്ള ഒരു ആശുപത്രി. അടിയന്തര ആവശ്യങ്ങൾക്ക് ആശ്രയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയും സ്വകാര്യ ആശുപത്രികളും. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പലപ്പോഴും വൈദ്യുതി അഭാവം സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കണമെങ്കിൽ 11 kV വൈദ്യുതി സബ്സ്റ്റേഷൻ അത്യാവശ്യമാണ്. ഈ ആവശ്യം പലപ്പോഴായി ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മൂലം ആശുപത്രിയിലെ ഉപകരണങ്ങൾ തകരാറിലാകുന്നത് സ്ഥിരം സംഭവമാണ്. സുഗമമായ കറണ്ട് പ്രവാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചിപ്പ് കൺട്രോൾഡ് ഈ മെഷീനുകളൊക്കെ കൃത്യതയോട് പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകുന്നത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന അതാണ്. CT ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2 മാസമായതുള്ള 3 പ്രാവശ്യം കേടായി അത് പണി നിർത്തിവെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെയാണ് 2 മാസത്തിന്റെ ഇടയ്ക്ക്. അങ്ങനെയൊന്നും വരാൻ പാടില്ല. സുഗമമായിട്ടുള്ള പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ 20 kV സബ്സ്റ്റേഷൻ വേണം, അതിന്റെ NOC വേണം, നമുക്ക് തിയേറ്റർ കോംപ്ലക്സും ലിഫ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ സുഗമമായിട്ട്. ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് ചുറ്റും ഫയർ എഞ്ചിൻ ഓടിക്കാൻ സൗകര്യം ഏർപ്പെടുത്താത്തതിനാൽ അഗ്നിശമന സേനയുടെ NOC പോലും ആശുപത്രി കെട്ടിടത്തിന് കിട്ടിയിട്ടില്ല.
ആശുപത്രിയിൽ പുതിയ സ്കാനിംഗ് വിഭാഗങ്ങൾ തുടങ്ങണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെ പിന്നോട്ട് വലിക്കുന്നു. MD കഴിഞ്ഞ ആളുകളെ നിർബന്ധിത സേവനത്തിനായി ഇവിടേക്ക് നിയമിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്നുണ്ട്. ഇത്തരത്തിലെത്തുന്നവരിലധികവും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്ഥലമാറ്റം വാങ്ങി പോകാറാണ് പതിവ്. ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ജീവനക്കാർ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ജനം, ഇടുക്കി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.